ഗൈസ്, അപ്പൊ നമ്മൾ പളനി വരെ പോയി ഒരു കഥയാണെന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ ഒരു 7:30 ആയപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കൊടുമണ്ണുള്ള നമ്മുടെ ത്രയ ഗ്രൂപ്പിന്റെ ട്രാവലറിലാണ് നമ്മൾ പളനിക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. 7:30 വണ്ടി കയറി നമ്മൾ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞപ്പോഴത്തേന് എരുമേലി അമ്പലത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ തൊഴുതിറങ്ങിയിട്ട് വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് ഏതോ ഒരു കടയിൽ കയറി ഒരു ചായ കുടിച്ചു. ചായ കുടിച്ചിട്ടൊന്ന് ഉറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഉറങ്ങി എന്നിട്ട് പളനി എത്തി. അങ്ങനെ 5:45 ആയപ്പോഴത്തേക്കും നമ്മൾ പളനി ചെന്ന് റൂം എടുത്ത് കുളിച്ച് റെഡിയായി തൊഴാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് നടന്നതെല്ലാം ഒരു കഥയായിരുന്നു ഗൈസ്. തൊഴുത് കഴിഞ്ഞിട്ട് മോളിൽ നിന്ന് കുറെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദേ പറയുന്നു മുകളിൽ ഫോൺ അല്ലോടല്ലെന്ന്. അങ്ങനെ ഫോൺ അവിടെ വെച്ചിട്ട് തൊഴാൻ വേണ്ടിയിട്ട് ഞാൻ മോളിൽ പോയി. അപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. പകുതി എണ്ണത്തിന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ പറ്റിക്കപ്പെട്ടു ഗൈസ്. ആ പോട്ട് കഴിഞ്ഞത് കഴിഞ്ഞു. ആ സങ്കടം ഞാൻ ഉച്ചക്കത്തെ ചോറിൽ അങ്ങ് തീർത്തു. ദേ പാണ്ടി ഇടേ ഊർ എങ്കടാ തിരുമല കോവിലോ ഗൈസ്. നമ്മൾ രാവിലെ തൊഴാൻ വന്നപ്പോൾ ഈ സാധനത്തിനെ കണ്ടത്. അപ്പോൾ വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ റൂമിൽ പോയിട്ട് ഇത് വാങ്ങാനായിട്ട് ഇപ്പോൾ വന്ന് നമ്മുടെ കൂടെ സുമ നമ്മുടെ കൂടെ വന്ന് നമുക്ക് വാങ്ങി തന്നു ഗൈസ്. പളനിന്നാണ് ഇവരെ കളഞ്ഞു കിട്ടിയത്. അതുകൊണ്ടാണ് ഇവർ അമ്മ എല്ലാ വട്ടവും നേർച്ചയ്ക്ക് വേണ്ടി പളനി വരുന്നത്. ഇവനെ കിട്ടിയ സന്തോഷം കൊണ്ടാണ് ഇവർ അമ്മ എല്ലാ വട്ടവും പളനി വരുന്നത്. ആ ഒരു ഡേ ഫുള്ള് നമ്മൾ പളനി സ്റ്റേ ആയിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും രോഹിണിയമ്മയും കൂടെ കൈ കിട്ടിയതെല്ലാം പോയി വാരി പറക്കിയിട്ടുണ്ടായിരുന്നു. കളിപ്പാട്ട് കണ്ട് വട്ടായത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വ്ലോഗിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഗൈസ് ടാറ്റാ ബൈ ബൈ.